വോട്ടർ പട്ടികയിലെ വിവാദവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എന്ന പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിനെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി എന്നോണം പത്രസമ്മേളനം നടത്തി. രണ്ടുപേരും തങ്ങളുടെ വാദങ്ങൾ നിരത്തുകയാണ്. അവസാന ഘട്ടത്തിൽ ആരുടെ വാദമാണ് ശരിയായി മാറിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു രണ്ട് വാദവും ശരിയായില്ല. കാരണം ഇതിന്റെ രീതി ഇങ്ങനെയല്ല. ഇലക്ഷൻ കമ്മീഷനെ ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ അവരെ സമീപിക്കേണ്ട രീതി ഇതല്ല. നമ്മൾ ആർക്കെതിരെ ഒരു സർക്കാർ സംവിധാനത്തിലെ ആർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴും അത് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് എഴുതി കൊടുക്കണം. സത്യവാങ്മൂലം കൊടുത്തില്ലെങ്കിലും ഒന്ന് എഴുതി. അതാണ് ഇതിന്റെ സംശയം. ഇദ്ദേഹം തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ്. ഇതാണ് തെളിവുകൾ, ഇതാണ് ആ റൂം. പക്ഷെ ഈ തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നില്ല? അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടതല്ല, അദ്ദേഹത്തിന് ഒരു ഭയമുണ്ട്. അതായത് മുമ്പ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് EVM ആണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കുഴപ്പമാണേ, അതിൻ്റെ കുഴപ്പം കാരണം ഞങ്ങൾക്ക് വേണ്ട വോട്ടുകളൊന്നും കിട്ടുന്നില്ല, കൈപ്പത്തി ചെയ്യുന്നത് താമരയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് ബഹളം ഉണ്ടാക്കി. ആ ബഹളങ്ങൾ നിൽക്കവേ പലവിധ പരാതികൾ ഇലക്ഷൻ കമ്മീഷനും പോയി, സുപ്രീം കോടതിയിലും പോയി. അപ്പോൾ സുപ്രീം കോടതി അവസാനം ഈ പരാതികളെല്ലാം കൂടെ മൂത്തപ്പോൾ നമ്മുടെ കഴിഞ്ഞ തവണത്തെ ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന ഒരു തീരുമാനം എടുത്തു, ഇതിനൊരു അറുതി വരുത്തിയേ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോ ഏജൻസികൾ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, ഇലക്ഷൻ കമ്മീഷൻ്റെ മെഷീൻ കുഴപ്പമാണ്, അതുകൊണ്ട് വോട്ട് ശരിയാകുന്നില്ല. അവരെന്ത് ചെയ്തു? ശരി, ഇത് ഞങ്ങൾ എന്ത് വന്നാലും വിശദമായിട്ടൊന്ന് പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, വെൽ സ്റ്റഡീഡ് ആയിട്ട് ഇതിനൊരു ജഡ്ജ്മെന്റ് തരും, അതിനുശേഷം ഒരു തന്നെ ഇവിടെ വന്നാൽ ഞങ്ങൾ ശരിയായി കളയുന്നുള്ള രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ആ വിഷയം എടുത്തത്. അത് ADR, അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പ്രമുഖ NGO ആണ്. അവരെ ഇലക്ഷൻ സംബന്ധിച്ച വർഷങ്ങളായി പലവിധ കാര്യങ്ങൾ പഠിച്ച് കേസ് നടത്തുന്ന ഒരു ടീമാണ്. അവർ ആധികാരികമായിട്ട് ഒരുപാട് റെക്കോർഡുകളും കാര്യങ്ങളുമായിട്ടാണ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു? നമ്മുടെ സുപ്രീം കോടതി ഇത് വിശദമായിട്ട് പഠിക്കണമെന്ന് തീരുമാനിച്ചു. അതായത് ഈ പെട്ടി എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു, ഉണ്ടാക്കുന്നു എന്നത് മുതൽ അതിൻ്റെ കവറിങ് ഇടുന്നത്, അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അതിൻ്റെ ബാറ്ററി ഇത് മാറ്റിയാൽ എന്തൊക്കെ സംഭവം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. എന്നിട്ട് ഈ പെട്ടി എങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലെത്തുന്നു, അവിടുന്ന് ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ആർക്കും അറിയാമല്ലോ ഈ പെട്ടി എവിടെയാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് വരുന്ന പെട്ടി ഏതാണെന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന് പോലും അറിയില്ല. അത് റാൻഡമായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഇവിടെ. അപ്പോൾ ഇത് ഈ ചിഹ്നം മാറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമല്ലോ. ആ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് പോലുമുള്ള സംവിധാനങ്ങൾ അതിലില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പലരും ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻ കുഴപ്പമാണെന്ന് പറഞ്ഞ് ഒരു സാമ്പിൾ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ആ സാമ്പിൾ എന്നറിയാം, അവരുണ്ടാക്കിയ ഒരു സാമ്പിളാണ്. ഇതാ കണ്ടോ, ഇതാ ഇവിടെ ഞങ്ങൾ കൈപ്പത്തി കുത്തുന്നു താമരയ്ക്ക് പോകുന്നു, അരിവാൾ ചുറ്റിയെ കുത്തുന്നു താമരയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവരുണ്ടാക്കിയ സാമ്പിളും കൊണ്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ബോക്സ് വെച്ച് കാണിക്കാനായിട്ട് അവർ വെല്ലുവിളിച്ചു ഒരിക്കൽ ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ആരും വന്നുമില്ല. അപ്പോൾ ഇത് കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നുകൊണ്ട് ഇതെല്ലാം പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ത്യയിൽ ഏതാണ്ട് 54 ലക്ഷത്തോളം വരുന്ന പോളിംഗ് ബൂത്തുകളിലേക്ക്, 54 കൂടുതലുണ്ടോയെന്ന് എനിക്ക് സംശയം, ഈ പോളിംഗ് ബൂത്തുകളിലേക്കൊക്കെ പോകുന്ന പെട്ടികൾ ഇതൊന്നും ആർക്കും ചെക്ക് ചെയ്യാൻ പോലും പറ്റില്ല. ഇത്രയും 54 ലക്ഷം പെട്ടികളുടെ തിരിമറി നടത്തണമെങ്കിൽ തന്നെ വലിയ ശാസ്ത്രീയം പോരാ, അതിനേക്കാൾ വലിയ ഒരു സംവിധാനം വേണം. ഇതിങ്ങനെ പലയിടത്തേക്ക് അത് എവിടെയാണ് ഈ പെട്ടി പോകുന്നതെന്ന് അറിയാൻ ഒക്കില്ല. ഇപ്പം തിരുവനന്തപുരത്ത് വരുന്ന പെട്ടി ഏത്, ഡൽഹി പോകുന്ന പെട്ടി ഏത്, ഇതൊന്നും അറിയാൻ ഒക്കില്ല. അതങ്ങനെ റാൻഡം ഇതിലെങ്ങനെ വരികയാണ്. ഈ പെട്ടി ഇവിടെ വന്നിട്ടാണ് സ്ഥാനാർത്ഥികളെയും കൂടെ വിളിച്ചിട്ടാണ് പേരെഴുതുന്നതും ചിഹ്നം വയ്ക്കുന്നതും. എന്നിട്ട് അവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് കാണിക്കുക. അടിക്കുമ്പം താമരയിൽ അടിക്കുന്നത് താമരയ്ക്കാണ് പോകുന്നത്, അരിവാൾ ചുറ്റികൾ അടിക്കുന്നത് അരിവാൾ ചുറ്റിക്കാണ്. വിവിപാറ്റ് അതിന് പുറമേ ഉണ്ട് അല്ലേ? എന്നാലും ഇത് ആദ്യം ചെക്ക് ചെയ്യണമല്ലോ. ഇത് ചെക്ക് ചെയ്ത് വിവിപാറ്റും കൂടെ ചെക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി എവരിബഡി ഓക്കെ എന്ന് പറഞ്ഞ് സെലക്ട് അടിക്കുമ്പോഴാണ് ഈ സാധനം നമ്മുടെ വോട്ടിംഗ് മെഷീനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പം അതുവരെയുള്ള പ്രോസസ്സുകൾ അവർ മുഴുവൻ പഠിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷനെ ഉൾപ്പെടെയുള്ളവരെ വാദങ്ങളെല്ലാം കേട്ട് ADR വെച്ചിരിക്കുന്ന വളരെ വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും പരിശോധിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റിസ് ഖന്ന ഉൾപ്പെടത്ത ബെഞ്ച് പറഞ്ഞത് മേലാൽ ഇത്തരം കേസുകൾ കൊണ്ട് വന്നു വരുന്നതാണ്. കാരണം എന്തെന്നറിയാമോ? കാരണം അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. പക്ഷേ
ഇത് ഇത്തരം സ്ഥാപനങ്ങളെ, ഇന്ത്യയിൽ നടക്കുന്ന നല്ല പ്രവർത്തികളെ ഡിഫെയിം ചെയ്യാൻ ചിലർ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഇന്ത്യയെ മൊത്തത്തിൽ നയിക്കാനായിട്ട് ചിലർ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് ആ ജഡ്ജ്മെന്റ് ആരും വായിക്കേണ്ടതാണ്. 2004 പിന്നെ റിട്ട് പെറ്റീഷൻ 181 അത് ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ പിന്നെ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിലുണ്ട്. ആർക്ക് വേണോ ഡൗൺലോഡ് എടുക്കാം. കെട്ടാണത്. കാരണം A to Z വിശദമായി പറഞ്ഞൊരു ജഡ്ജ്മെന്റ് ആണ്. വലിയ ജഡ്ജ്മെന്റ് ആണ്. അല്ലാതെ 2 പേജും 3 പേജും ഒന്നുമല്ല. ആ ജഡ്ജ്മെന്റ് എല്ലാ ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് പരാതി പറയുന്നവരും, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പരാതി പറയുന്നവരും, EVM കുറിച്ച് പരാതി പറയുന്നവരും കേട്ടിരിക്കേണ്ടതും കണ്ടിരിക്കേണ്ടതും വായിച്ചിരിക്കേണ്ടതുമാണ്. അത് വായിച്ചാൽ മനസ്സിലാവും, പ്രശ്നമില്ല. അതാണ് രാഹുൽ ഗാന്ധി ഈ ഇലക്ഷൻ മെഷീനെ കുറിച്ച് ഇപ്പോൾ പരാതി, വോട്ടിംഗ് മെഷീൻ EVM കുറിച്ച് പരാതിയില്ല അദ്ദേഹത്തിന്. രാവിലെയും വൈകിട്ടും പരാതി പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ പരാതിയില്ല. കാരണം ഇനി പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ സുപ്രീം കോടതിയിൽ ചിലപ്പം വിഷയം മാറും. ഈ ജഡ്ജ്മെന്റ് എടുത്ത് ഇലക്ഷൻ കമ്മീഷൻ ചെല്ലുമ്പോൾ വിഷയം മാറും. അല്ല, പക്ഷേ ഇത് ഇപ്പൊ തെരുവിലാണ് അദ്ദേഹം. അല്ല, അതിന് കാരണമുണ്ട്. ഇനിയിപ്പോ EVM കുറിച്ച് പറയാൻ പറ്റൂല. അപ്പൊ ഇനി പറയാവുന്ന വോട്ടർ പട്ടികയില്ലേ? വോട്ടർ പട്ടികയിൽ എല്ലാ കാലത്തും കുറെ ക്രമക്കേടുകൾ ഉണ്ട്. ആ ക്രമക്കേടുകൾ കാരണം എന്തുകൊണ്ടാണ്? ഇത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബോഡിയാണ്. അവര് അതാത് പ്രദേശങ്ങളിലെ പിന്നെ സർക്കാരുമായും യൂണിയൻ ടെറിട്ടറിയുമായി ബന്ധപ്പെട്ടാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്യുന്നത്. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥർ. അതാണ് കർണാടകയിലെ മന്ത്രി പറഞ്ഞത്, നമ്മൾ പലരുടെ കുത്തി നാറ്റിക്കരുത്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനത്തിന് നമ്മൾ തന്നെ കുറ്റം പറയുന്നത് മോശമല്ലേ എന്ന് ആ പാവത്തിന് അബദ്ധം പറ്റി ചോദിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഇമ്മീഡിയറ്റ് ആയിട്ട് രാജിവെക്കാൻ പറഞ്ഞു. ഇതിന്റെ സത്യാവസ്ഥ ഇതാണ്. അദ്ദേഹം പറഞ്ഞതാണ് സത്യാവസ്ഥ. നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് നമ്മൾ എന്തിനാ കുറ്റം പറയുന്നേ? എങ്കിൽ ഇലക്ഷൻ കമ്മീഷനടുത്ത് പോകുന്നതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ളവരടുത്ത് രാജിവെക്കാൻ പറഞ്ഞിട്ട് പുതിയൊരു ടീമിനെ അല്ല, ഇപ്പൊ ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ കള്ളമാണെങ്കിൽ എന്തുകൊണ്ട് നടപടി എടുക്കാൻ കഴിയുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി എടുക്കാനുള്ള നീക്കത്തിലേക്കാണെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചന. അതായത് അവർ 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ അഫിഡവിറ്റ് എഴുതി, അതാണ് നിയമം. ഇലക്ഷൻ കമ്മീഷന്റെ നിയമം എന്ന് വെച്ചാൽ നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ അത് അഫിഡവിറ്റ് ആയിട്ട് എഴുതി. അഫിഡവിറ്റ് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്, ട്രൂ ടു ബെസ്റ്റ് ഓഫ് മൈ നോളജ്. അത് തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ബെസ്റ്റ് ഓഫ് മൈ, എന്റെ അറിവിൽ ഇതാണ് സത്യം എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നതേ ഉള്ളൂ. ഈ സാധനം എഴുതി കൊടുക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് വയ്യ. അദ്ദേഹത്തിന് ഭയമാണ്. അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ആ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ എഴുതി കൊടുക്കുന്നില്ല? അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനും ഇതിനെ സീരിയസ് ആയിട്ട്, ഇലക്ഷൻ കമ്മീഷൻ ഈ മറുപടി പോലും കൊടുക്കേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെടില്ല. അല്ല, അത് നഷ്ടപ്പെടുത്താനായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മുമ്പ് EVM കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ വോട്ടർ പട്ടികയെ കുറിച്ച് പറയുന്നു. നമ്മുടെ ഓരോ സ്ഥാപനങ്ങളുടെയും വിശ്വാസം നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം തന്നെ. അങ്ങനെ വരുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പാണ് ഇതിന്റെ ലക്ഷ്യം. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ തോറ്റു, അന്നേരം ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ തോറ്റു, അതിന് ഇത് പറഞ്ഞു. ഇനിയിപ്പോൾ ബീഹാറിൽ തോറ്റാൽ ഇത് പറയണം. അത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, 65 ലക്ഷം പേരെ, കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും, 65 ലക്ഷം പേരെ മാറ്റിയെന്ന്. അത് മുഴുവൻ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ട് അവർ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുക ആരൊക്കെയാണ് 65 ലക്ഷം പേര്. അവർക്ക് ആധാറില്ല, മറ്റു കാര്യങ്ങളില്ല, അവർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖകളില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കി നോക്കിയാൽ ഇനി അതിന്റെ കഥ അറിയാം. 65 ലക്ഷത്തിൽ നിന്ന് 7 പേരെ കണ്ടെത്തി തിരിച്ചെത്തിച്ചിട്ടുണ്ട്. അവർ മരണപ്പെട്ടു. അത് കണ്ടിട്ട് സാർ കണ്ടില്ല? അല്ല, അത് ഇതെല്ലാം സംഭവിക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ പ്രോസസ് എന്ന് പറയുന്നത് എത്രയാ, 54 ലക്ഷം പേരുടെ 54 ലക്ഷം ബൂത്താണുള്ളത്. അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോൾ. 54 ലക്ഷം ബൂത്തുള്ളതിൽ ആ ഓരോ ബൂത്തിലും ഓരോ വോട്ടർ പട്ടികയുണ്ട്. ഈ വോട്ടർ പട്ടിക ആർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്? ഇത് ചെക്ക് ചെയ്യേണ്ടത് ലോക്കലിയാണ്. അല്ലാതെ ഇത് സെൻട്രലൈസ്ഡ് ഒരു സാധനത്തിന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ബൂത്തിലെ വോട്ട് ആരാ ചെക്ക് ചെയ്യണ്ടേ? നിങ്ങളുടെ അവിടുത്തെ BLO, നിങ്ങളുടെ അവിടുത്തെ BLA, നിങ്ങളുടെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റംഗങ്ങൾ ആണ് ചെക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് തെറ്റുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്കൊരു വസ്തുവുണ്ട്. ഈ വസ്തു റീസർവേ നടത്തും. റീസർവേ നടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 10 സെന്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. റീസർവേ നടത്തി അവരൊരു നോട്ടിഫിക്കേഷൻ ഇടും, 1 മാസത്തിനകം അല്ലെങ്കിൽ 6 മാസത്തിനകം ഇത് പരാതി ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇടും. 6 മാസം കഴിയുമ്പോൾ ഇതങ്ങ് ഫൈനലൈസ് ചെയ്യും. ഫൈനലൈസ് ചെയ്യുമ്പോഴാണ് പലരും പിന്നീട് ബില്ല് കരം തീർത്ത ഇത് അടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് എനിക്ക് 10 സെന്റ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ 8 സെന്റേ ഉള്ളൂ. കാരണം ഇതൊരു ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ രാജ്യമാണ്. ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളമാണെങ്കിൽ പോലും 38,800 ചില്ലാനും സ്ക്വയർ കിലോമീറ്ററാണ്. അവിടുത്തെ നിങ്ങളുടെ 9 സെന്റ് 10 സെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ.
അത് അളക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നിരിക്കും. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് പറയാൻ. എനിക്ക് 10 സെന്റ് ഉണ്ട്, പ്രമാണപ്രകാരം എനിക്ക് 10 സെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഉടനെ ചെല്ലണം. റീസർവേ ഓഫീസിൽ ചെന്നില്ലെങ്കിൽ തോറ്റും. അവരിത് ഫൈനലൈസ് ചെയ്യും. ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് ഇത് തിരുത്തിക്കാൻ. ഇപ്പം മാർഗങ്ങളുണ്ട്, കോടതിയിൽ പോകാം, അല്ലെങ്കിൽ അവർക്ക് വേറെ പേപ്പർ എഴുതി കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സാണ്. പിന്നെ ഭയങ്കര മെനക്കേടാണ്. കാരണം നമ്മുടെ ഈ സാധനം കുറച്ച് അപ്പുറത്തവൻ്റെ അടുത്തും പോയി കാണും. ഇതുപോലെയാണ് ഇലക്ഷൻ്റെ പ്രോസസ്സും. 100 കോടി ജനങ്ങൾ, ലോകത്ത് ഒരിടത്തും ഇത്രയും പേരൊന്നിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇല്ലെന്നേ. ഈ രാജ്യത്ത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, എന്ന് വോട്ടറല്ലേ. അതുകൊണ്ടാണ് BJP പറയുന്നത് 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്തറിയാമോ, ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞു, ഇപ്പോൾ ബീഹാറാണ് പ്രശ്നം. ഇതിൻ്റെ കുറേ തരികിടകളും പ്രശ്നവും കഴിഞ്ഞ് അടുത്ത ഉടനെ തമിഴ്നാടും കേരളവും വെസ്റ്റ് ബംഗാളും ഇലക്ഷൻ വരികയാണ്. മെയ് ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ 26 വരികയാണ്. 25 ഇപ്പം ഈ ഇലക്ഷൻ നടക്കുകയാണ്, ബീഹാറിലെ ഇലക്ഷൻ. ഇങ്ങനെ ഇലക്ഷൻ പരമ്പരയാണ്. അപ്പം പ്രധാനമന്ത്രിക്ക് മന്ത്രിമാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷത്തിന്റെ നേതാക്കൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നും ഈ ഇലക്ഷൻ പ്രചരണവും എന്നിട്ട് അതിന്റെ തലകുത്തി മറിച്ചിലും അതിലെ അപാകത പറച്ചിലും മാത്രമാണ്. ഇതിങ്ങനെ സ്ഥിരം നടക്കുന്ന പ്രോസസ്സാണെന്നേ. അപ്പൊ ആദ്യം ഒന്നുകിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്, ഞാൻ ഇത്രയും പറഞ്ഞ സാധനങ്ങൾ സത്യമാണ്, അതാ എഴുതി തന്നിരിക്കുന്നു. അതെന്താ അദ്ദേഹം ചെയ്യാത്തത്? എഴുതി കൊടുത്താൽ അതിൽ അപാകതയുണ്ടെങ്കിൽ ഓൺ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഐ എം റെസ്പോൺസിബിൾ. നിങ്ങളെക്കുറിച്ച് ഞാനൊരു പരാതി, എനിക്ക് വഴിയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പത്രപ്രസ്താവന നടത്തിയാലും കുഴപ്പമില്ല. നിങ്ങളുടെ ABC എന്ന് പറയുന്നത് തല്ലിപ്പൊളി ചാനലാണ്, മറിച്ചാന്ന് പത്രപ്രസ്താവന നടത്തിയാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് എഴുതുന്ന എൻ്റെ പ്രശ്നം. പത്രപ്രസ്താവന നടത്തുന്നതും പ്രശ്നമാണ്. പക്ഷെ എന്നാലും അതിനേക്കാൾ സീരിയസ് ആണ് ഞാൻ എഴുതി തന്നാൽ. നിങ്ങൾക്ക് പ്രൂഫായി നിങ്ങൾ ഇന്ന കാരണങ്ങളാൽ വെറും കുഴപ്പക്കാരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി തന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഐ എം റെസ്പോൺസിബിൾ. ഓൺ റെക്കോർഡാണ്. ആ ധൈര്യം രാഹുൽ ആ ധൈര്യം ഉള്ളവർക്കേ അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. ആ ധൈര്യം വേണമെങ്കിൽ ഇത് പോരാ. 7 അടി പൊക്കമുള്ള പേപ്പർ ഞാൻ കെട്ടിവെച്ചിരിക്കുന്നെന്നോ, അവിടെ എണ്ണം പറഞ്ഞുകൊണ്ട് ഇത്ര 1000 കള്ളവോട്ടുണ്ട്, ഇത്ര 1000 ഡബിളിംഗ് ഉണ്ട്, ഇത്ര 1000 മരിച്ചവരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ. ലിസ്റ്റ് ചെയ്ത് 10 പേരുടെ ആയാലും മതി. സാമ്പിളായിട്ട് ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കട്ടെ. അതവർ പരിശോധിക്കും. ഇവർക്ക് വളരെ ബോധ്യമുള്ളൊരു 100 എണ്ണം എഴുതി കൊടുക്കട്ടെ. 1 ലക്ഷം വേണ്ട, 100 എണ്ണം എഴുതി കൊടുക്കട്ടെ. ഉറപ്പുള്ളത് കാണുമല്ലോ. ആ 100 എണ്ണം എഴുതി കൊടുക്കട്ടെ. ഇലക്ഷൻ കഴിഞ്ഞ് മറുപടി കൊടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി നമുക്ക് മറുപടി വാങ്ങിക്കാം. അപ്പൊ അത് വേണ്ട, 4 പേരെങ്കിൽ 4 പേര് മതി അല്ലേ? പിന്നെ അത് മുഴുവൻ വേണ്ടതേ. 1 ലക്ഷം എന്തിനാ? 1 ലക്ഷത്തിന് പറയുമ്പോഴാണല്ലോ ഈ ചുറ്റി പോണത്. നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു 100 എണ്ണം എടുക്കുക. ആ 100 എണ്ണം കൊണ്ട് കൊടുക്കട്ടെ. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ മറുപടി നൽകി 100 എണ്ണവും ഒന്നുകിൽ തെറ്റാണ്, സോറി എന്ന് പറയും അല്ലേ? അത് ചെയ്യാത്ത എന്താണെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ അർത്ഥം ഓൺ റെക്കോർഡ് ആക്കാൻ താല്പര്യമില്ല. ഓൺ റെക്കോർഡ് ആക്കിയാൽ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ബൈ ദ സൈൻഡ് പാർട്ടി അല്ലേ? അത് തയ്യാറല്ല. ഞാൻ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവനാണെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ല. പാർട്ടിയിലായാലും മറ്റ് പ്രവൃത്തിയിലായാലും ഉത്തരവാദിത്തം എടുക്കാൻ അദ്ദേഹത്തിന് വലിയ മടി. അതുകൊണ്ടാണ് പലപ്പോഴും പാർട്ടി സ്ഥാനം പോലും അദ്ദേഹം വഹിക്കില്ല. പ്രസിഡന്റ് വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി, പിന്നെ പ്രതിപക്ഷ നേതാവ് വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി ആക്കാൻ നോക്കിയാണ്. പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയില്ല. അദ്ദേഹത്തിനെ എല്ലാവരും പിടിച്ച് അവിടെ ഇരുത്തി. മുമ്പത്തെ തവണകളിലൊക്കെ അങ്ങനെയായിരുന്നു അദ്ദേഹം പോകാൻ ഉദ്ദേശിച്ചത്. ഇത് കാണിക്കുന്നത് എന്താണ്? ഉത്തരവാദിത്വം എടുക്കാതെ നമ്മളൊരു അലിഗേഷൻ ഉന്നയിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വേറൊന്നും വേണ്ട. ഈ കേരള ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ 1 ലക്ഷം പരാതികൾ കൊടുക്കുകയാണ്. സെക്രട്ടറിമാർ ശരിയല്ല, അതിനൊരു 3-4 ഉദാഹരണങ്ങളും കൂടി തരികയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെ അയച്ച കത്തുകളൊന്നും മറുപടി തരുന്നില്ല. ഇപ്പൊ തന്നെ 7 ലക്ഷം ഫയലുകൾ പല വകുപ്പിൽ കെട്ടിക്കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. 7 ലക്ഷം ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. അതുകൊണ്ട് ഈ സെക്രട്ടറിമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ രാജിവെപ്പിക്കണം, അല്ലെങ്കിൽ മന്ത്രിസഭ രാജിവെക്കണം, മന്ത്രിമാർ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തം പ്രസ്താവന നടത്തി, പത്രപ്രസ്താവന നടത്തിയാൽ മതിയോ? ചീഫ് സെക്രട്ടറിക്ക് എഴുതി കൊടുക്കണം അല്ലേ? ഇത്രയും ഞാൻ ആധികാരമായിട്ട് എഴുതി തരുന്നു, മറുപടി ഇതാന്ന് പറയണം. തന്നില്ലെങ്കിൽ ഒരാവശ്യം വഴി ചോദിക്കണം. അപ്പോഴും വ്യക്തമായ മറുപടി തന്നില്ല, ഞാൻ മറുപടി തരുന്നെങ്കിൽ ഹൈക്കോടതിയിൽ പോകണം. അതും അവിടെയും നേരെ കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണം. ഇങ്ങനെ നമുക്ക് ഇന്ത്യയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ വഴി നിന്ന് ഒരു പ്രസംഗം നടത്തുന്നു, അല്ലെങ്കിൽ പത്രപ്രസ്താവന നടത്തുന്നു, മറുപടി തന്നോ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലുമൊക്കെ മറുപടി തന്നാൽ അത് അവരുടെ ഔദാര്യമെന്നേ ഞാൻ പറയുള്ളൂ. ഇത് ഞാൻ ഒരു ചാനലിൽ പറഞ്ഞപ്പോൾ അവർ വലിയ ബഹളം വെച്ചു. അങ്ങനെ ഔദാര്യം എന്ന് പറഞ്ഞാൽ ഇതെന്ത് രാജഭരണമാണ്? രാജഭരണം ആയതുകൊണ്ടല്ല. ഏത് ജനാധിപത്യ സംബന്ധിച്ച് അമേരിക്കയിൽ നിങ്ങൾ പോയിട്ട് ഒരു സാധനം എഴുതി കൊടുക്കാതെ ഇട്ട് നോക്ക്.
ഇല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എഴുതുകയാണ് നരേന്ദ്രമോദി എന്ന് എഴുതി ഇവിടുത്തെ പഞ്ചായത്തിനൊരു അപേക്ഷ കൊടുക്കുകയാണ്, റിജക്റ്റ് ചെയ്യും. പ്രധാനമന്ത്രി ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇതൊരു കവറിലാക്കി PMO ഓഫീസിലേക്ക് അയക്കും. മേ ബി ഇത് അദ്ദേഹത്തിൻ്റെ ബൈ മിസ്റ്റേക്ക് അദ്ദേഹം ഒപ്പിടാത്തതായിരിക്കും, കൈൻഡ്ലി സൈൻഡ് ആൻഡ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കും. മനസ്സിലായില്ലേ? ഒരു ഒപ്പില്ലാതെ കാര്യം നടക്കില്ല. ഒപ്പ് വേണം ആ സർക്കാർ ഓഫീസിൽ ഒരു കാര്യം നടക്കുന്നത്, അല്ലെങ്കിൽ ഇവരത് മാറ്റി എഴുതണം. പിന്നെ രാഹുൽ ഗാന്ധി ഇനി അധികാരത്തിൽ കയറുകയാണെങ്കിൽ അദ്ദേഹമോ അല്ലെങ്കിൽ പഴയ ആൾക്കാരാരെങ്കിലും ഇടപെട്ട് ഇത് മാറ്റണം, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇത് ചെയ്യണം. ഒപ്പ് വേണ്ട, ചുമ്മാ ഒരു പേപ്പർ എഴുതി ഇങ്ങനെ തന്നേച്ചാൽ മതി. ഫ്രമും വേണ്ട, ടൂവും വേണ്ട, ഒന്നും വേണ്ട. ഒരു അലിഗേഷൻ, ഈ ഇലക്ഷൻ കമ്മീഷൻ ശരിയല്ല, ഈ സുപ്രീം കോടതി ശരിയല്ല, ഈ പിന്നെ സർക്കാർ ശരിയല്ല, ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ശരിയല്ല. ആർക്കും ഇത് പറയാമല്ലോ. പറയുന്നത് ഓൺ റെക്കോർഡായാൽ മാത്രമേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ, എങ്കിൽ മാത്രമേ അയാൾക്കും പറയാൻ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അതാണ് പ്രശ്നം. നമുക്ക് തെളിവായി മറ്റേതും പറയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ സാഹചര്യ തെളിവുകൾ വെച്ച് ആദ്യം ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം, ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്ന്. ഞാൻ ABC കുറിച്ച് ഒരു കുറ്റം പറഞ്ഞു, പ്രസ് കോൺഫറൻസ് നടത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം അതിൻ്റെ കട്ടിങ്സ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്പിങ്സ് എടുത്ത് ഹൈക്കോടതിയിൽ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ലോക്കൽ കോടതിയിൽ കൊണ്ട് കൊടുക്കണം. ഇയാൾ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിരിക്കുകയാണ്, ഇത് ഡിഫമേഷനാണ് എന്ന് പറഞ്ഞ് ആദ്യം സ്ഥാപിക്കണം. ഞങ്ങളിങ്ങനെ അല്ല, ഇയാൾ പറഞ്ഞ രീതിയിലല്ല എന്ന് ആദ്യം സ്ഥാപിക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോൾ ആദ്യം ഓൺ റെക്കോർഡായിട്ട് ഇത് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായാൽ ഇലക്ഷൻ കമ്മീഷനെ ഒളിച്ചു കളിക്കാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷൻ തന്നേ പറ്റുള്ളൂ. ഇതിപ്പോൾ വരുന്ന പ്രശ്നം എന്തറിയാമോ? 2 കാര്യങ്ങൾ അവർ ഉന്നയിച്ചിരിക്കുകയാണ്, 2 വെടിയാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. ഇപ്പോൾ 2 ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. ഒന്നുകിൽ അദ്ദേഹം മാപ്പ് പറയേണ്ടി വരും, അല്ലെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറില്ലെങ്കിൽ ഇതെല്ലാം എഴുതി കൊടുക്കേണ്ടി വരും. കൊടുക്കട്ടെ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നില്ലെങ്കിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷന് തന്നെ കുറ്റം പറയണം. അതെന്താണ് കൊടുക്കാത്തത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ചോദിക്കണം. പക്ഷെ അതിനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണ്ടേ? അവിടെയാണ് പ്രധാന പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.